കയ്യില് പണ്ട് കർപ്പൂരല്ല സിൽവക്കാണല്ലേ കത്തിച്ചു വെക്കുന്നത്. ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ചലഞ്ച് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ വളരെ വീറും വാശിയോടും കൂടി വന്നിട്ട് 8 വരെ പൊട്ടിപ്പോയി. പക്ഷെ നിങ്ങൾ ഇതുവരെ കാണാത്തൊരു പുതുപുത്തൻ ചലഞ്ചുമായി നമ്മൾ വന്നിട്ടുണ്ട്. അന്നേവം പറഞ്ഞത് അടുത്ത പാട്ടിലെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാന്ന് വെല്ലുവിളിച്ചിട്ട് കളിക്കതാ. പക്ഷെ ഇത് ഞാൻ വെറുതെ അന്ന് ഇന്നും ഒരു വെല്ലുവിളി ഉണ്ട്, പക്ഷെ അതൊന്നും വിലപ്പോകില്ല എന്ന് പറഞ്ഞു ചലഞ്ചിലേക്ക് കടന്നിരിക്കുകയാണ്. 3-4 ചലഞ്ച് വരുന്ന വീഡിയോ ആണ്. അതായത് ഇത് പിന്നെ തോറ്റപ്പിന്റെ പണിഷ്മെന്റ് ഇത് കുറച്ച് ഫിസിക്കലി ഫിറ്റ്നസ് ഉള്ളവർക്ക് മാത്രം ജയിക്കാൻ പറ്റുന്ന നമ്മൾ രണ്ടാളും തമ്മിലുള്ള നോർമൽ ചലഞ്ച് അല്ല. ഇവിടെ വീഡിയോ എടുക്കും, തലയും പാലും ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള വീഡിയോ എടുത്ത് ഞാൻ എടുത്ത വീഡിയോ അല്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്തില്ലേ. അതെ, അതിൻ്റെതായിട്ടുള്ള ആ ഒരു മികവ് ആ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ചലഞ്ചിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നേരെ ഗെയിമിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചലഞ്ച് മാത്രല്ല, കുറെ ചലഞ്ച് ഉണ്ട്. ആദ്യത്തെ ചലഞ്ച് ഇതാ നിങ്ങൾക്ക് മുമ്പിൽ വരുത്താന്ന് ഞാൻ പറഞ്ഞ്. ഈ ചലഞ്ച് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ചലഞ്ച് കണ്ടവർക്കറിയാം, ഞാൻ ചെറുതായിട്ടൊന്ന് പരാജയപ്പെട്ട് അത് ഞാൻ സാഹചര്യങ്ങളുടെ പിരിമുറുക്കത്താൽ അങ്ങനെ സംഭവിച്ചു പോയി. പക്ഷേ ഇന്ന് ഞാൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന ഈ കളിയിൽ ഇന്നത്തെ ആദ്യത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ, രേഷു നീ ഇങ്ങനെ ഡമ്മി പോലെ നിൽക്കാണ്ട് നിങ്ങൾ നിർത്താണ്ട് പറയുന്നേ. നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നത് 2 ഐസിന്റെ കട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു കൊടുത്തോളൂ, നീ തൽക്കാലം പറഞ്ഞു കൊടുക്ക്. അപ്പൊ ഇവർ രണ്ടാളും കയ്യില് പണ്ട് കർപ്പൂരല്ല സിൽവക്കാണല്ലേ കത്തിച്ചു വെക്കുന്നത്. അതുപോലെ അതായിരുന്നു നല്ലത് അല്ലേ, അതായിരുന്നു നല്ലത്. അത് വേണ്ടെന്ന് വെച്ചിട്ട് ഐസും കേട്ട കയ്യിലെടുത്ത്. അയ്യാടാ, ഞാൻ ചലഞ്ചിനേ ഇല്ല. പിന്നെ കണ്ണിലിട്ടിക്കും. അപ്പൊ ഐസും കേട്ട കയ്യിലെടുത്തിട്ട് എത്ര സമയം ആരാണ് കൂടുതൽ സമയം വെക്കുന്ന വെച്ചാൽ അവരാണ് വിജയ്. ഇതിൽ നിന്റെ അഭിപ്രായത്തിൽ ആര് ജയിക്കുന്നാണ്? എന്റെ അഭിപ്രായത്തില് ഐസിൽ നിന്ന് പരിചയമുള്ള സംഗീതേട്ടൻ ജയിക്കൂന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഇന്ന് വെക്കാൻ്റെ വക ഡയറി മിൽക്ക് വാ ഇങ്ങോട്ട് വാ, ഞാൻ ഇതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞതല്ല, കഴിഞ്ഞ ഒരു ചലഞ്ചിൽ ചെറിയ രീതിയിൽ പരാജയപ്പെട്ടു, വളരെ ചെറിയ രീതിയിൽ. അത് എടുത്തെടുത്ത് ഞാൻ പറയാം, കാരണം ഈ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവന് ജയിക്കാൻ സാധ്യതയില്ല. ഈ ഗെയിം എക്സ്പീരിയൻസുള്ള കാര്യം ഞാൻ മറന്നുപോയി. എടാ, അങ്ങനെയൊന്നുമില്ല. ഐസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഞാൻ ഏതാ ഗെയിം എന്നുള്ള നേരെ കാണിച്ചാൽ എന്നാ സംഭവം എന്നുള്ളത്, ഒരേ അളവിലുള്ള 2 നമ്മളെ പച്ച വേണ്ട ഏതാ ഭാഷ കോപ്പാന്നെല്ലാം പറയും നിങ്ങൾ വല്ലതും പറയും. ഇന്ന് പറയാം 2 പാത്രത്തിന് അങ്ങനെ ഒരേപോലുള്ള സ്റ്റീലിൻ്റെ 2 പാത്രം. ഇതാണ് സംഭവം. ഇതും ഒന്ന് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അഥവാ ചെരിഞ്ഞ് വീണ നമുക്ക് എടുക്കാൻ വേറെ ഇല്ല. ഇത് ഇത്രത്തോളം ചെരിച്ചു. സംഭവം ഐസായിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെ ഐസായിട്ടുണ്ട്. ഇതാ പിടിച്ചതെന്ന് വെച്ചാൽ അഥവാ കട്ട താഴോട്ട് പോയാലോ എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഇത് രണ്ടും, അതായത് ഈ 2 പാത്രത്തിൽ കിടക്കുന്ന കുറച്ച് ഐസ് നമ്മൾ ഐസായിട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി നിന്നെയായിരുന്നു. പക്ഷേ ഇത് 2 സ്റ്റീലിൻ്റെ തന്നെ ആയതുകൊണ്ട് എടുക്കുന്നതും എടുക്കാത്തതും എല്ലാം സെയിം തന്നെയാണ്. ഇത് കയ്യിലെടുത്തിട്ട് ആര് എത്ര സമയം, ഏറ്റവും കൂടുതൽ സമയം ഇത് കയ്യിൽ നിന്ന് താഴെ വെക്കാതെ പിടിച്ചു നിൽക്കും, അതാണ് ആദ്യത്തെ നമ്മുടെ ചലഞ്ച്. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ പറഞ്ഞ് ലേറ്റാക്കുന്നില്ല, ഞാൻ ജയിക്കാൻ പോകുന്ന ഈ ഗെയിമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ 2 സെറ്റായിട്ട് 2 സ്റ്റീലിൻ്റെ പാത്രത്തിൽ കട്ടയാക്കി വെച്ച ഐസുണ്ട്. ആ ഐസിനെ നമ്മൾ ആദ്യം പുറത്തെടുക്കുന്നു, എന്നിട്ട് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. എടുക്ക് വേഗം. റെഡി 1 2 3 സ്റ്റാർട്ട് പറയുമ്പോൾ ഇത് 2 കയ്യിലേക്ക് എടുക്കും കേട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. റെഡി 1 2 3 ടൈറ്റ് പിടിച്ചോ. മുറുക്കോ കൈ അന്ന് പിടിക്കാത്ത മുറുക്കി പിടിയാ, ടൈറ്റ് ചെയ്ത് പിടിയാ. എല്ലാ വിരലും കൊണ്ട് എല്ലാ വിരലും അമർത്തി ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. എല്ലാ വിരലും ടൈറ്റ് ചെയ്ത് പിടിക്കണം. ഇളക്കിയാലും പോയേ, ഇനി ഈ വിരലിൽ നിന്ന് ഇളക്കാനും പാടില്ല. ഞാനൊരു യുദ്ധത്തിലാണുള്ളത്. യുദ്ധത്തിലാ മോനെ. അൻവി ആരാ എന്നെ തോപ്പിക്കുവാ? ഞാൻ വിടണോ? വേണ്ടല്ലോ.
വേണ്ട അൻവി അവനോട് പറ. അൻവി പറയുന്നുണ്ട് അൻവി ആരാ ജയിക്കുവോ? അച്ഛൻ ജയിക്കുവോ സായിയപ്പൻ ജയിക്കുവോ? അൻവി സായിയപ്പൻ ജയിക്കുവോ അച്ഛൻ ജയിക്കുവോ? പറയടാ ഒച്ചതി പറ. ആ നീ പോലും വെച്ചിട്ട് എനിക്ക് വേണ്ടി വാദിക്കാൻ വിരൽ ഇളക്കിയാ തോറ്റേ. വിരലൊന്നും ഇളക്കുന്ന പൊന്തിച്ച് വെക്കുന്നേ അത് ചേഞ്ച് പോകാൻ നോക്കിയാലും പിടിച്ച അനക്കുണ്ടല്ലോ സൈഡ് രാവിലെ എണീച്ച തണുത്ത വെള്ളം അല്ലെങ്കിൽ തണുപ്പ് കേട്ട കൊണ്ടല്ല കൈന്റെ അറ്റ വിരലിന്റെ അറ്റ ഇങ്ങനെ ചൊറിയുകയും ചെയ്യും തടിച്ചു വരികയും ചെയ്യും. ഇതിനാണ് പിടിക്കുന്നത് തോക്കടേ. അതുകൊണ്ട് അനക്കൊന്നും ഈ സംഭവം തണുപ്പേ തട്ടിക്കാൻ പറ്റൂല. അൻവി ചെറുതായി കുറച്ച് അൻവിക്ക് ആരാ ജയിക്കണ്ടേ? അൻവിക്ക് ആരാ ജയിക്കണ്ടേ? ആരാ ജയിക്കണ്ടേ? ചാടി അൻവി മോനെ അച്ഛൻ ജയിക്കണമെന്നുണ്ടാ? ഉണ്ടാ ഐസ് കെട്ടി താഴെ ഇട്. വിടില്ല മോനെ. അൻവി അച്ഛൻ ജയിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ തോറ്റു കൊടുക്കുകയാണ്. എന്നാ തോറ്റു തന്നേക്കാ. ബെറൽ ഇളക്കുന്നുണ്ട്. നീ ഓൾറെഡി തോറ്റു. ഇപ്പൊ മൊത്തം തോറ്റടാ. ഏതിനെടുക്കുന്നോപ്പ് വെക്കുന്നത് വിരൽ പറഞ്ഞ. അപ്പൊ ഈ കളിയില് അയ്യോ ഒന്നും വെക്കണ്ട. തൊടല അൻവി കസേരല്ലേ. ഇതാ കയ്യിൽ ഇതാ ഇപ്പൊ അങ്ങനെ തന്നെ സാധനം ഉണ്ട്. ഇതൊരു അഭിനയമായിട്ട് നിങ്ങൾ കണക്കാക്കുകയേ വേണ്ട കേട്ടാ. അൻവിയുടെ ക്യാമറ എടുത്തു വന്നിട്ടുണ്ട്. അത് കേട്ടാ ഞാൻ ഇങ്ങനെ തടുത്തു മാറ്റുന്ന. ഇത് അൻവിയുടെ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞു അച്ഛൻ ജയിക്കുന്നത് കാണണമെന്ന്. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഈ സാധനം അങ്ങ് ഇട്ട് തോറ്റു കൊടുത്തതാണ്. അല്ലാണ്ട് എനിക്ക് ആകായിട്ടൊന്നുമല്ല. എടാ തീയിൽ കുരുത്തവൻ വെയിലത്ത് പാടില്ല കേട്ടാ. ഇനി എന്ത് പറയാ. അപ്പോൾ ഈ ഗെയിം ഇതാ വളരെ ഈ സമയം വരെ താഴത്ത് വെക്കാതെ ഞാൻ ജയിച്ചു എന്ന് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കുകയാണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഈ പറയുന്ന പോലെ അത്ര പ്രശ്നമൊന്നുമില്ല. ഞാൻ അൻവിക്ക് വേണ്ടിയിട്ട് മാത്രം മാറിക്കൊടുത്തതാണ്. പിന്നെ ആകാത്തോണ്ടൊന്നല്ല ആവായിട്ടൊന്നല്ല കേട്ടാ. ഒന്ന് കടിച്ചു പിടിച്ചിട്ടില്ല ചാലഞ്ചിന് വെക്കുന്ന. ഇനി എത്ര സമയം കടിച്ചു പിടിക്കും. അപ്പോൾ ഈ ഞാൻ ഇതാ താഴെ വെക്കുകയാണ്. ഇതാ വിജയം ഞാൻ തന്നെ എന്നെ തന്നെ സ്വയം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൈയടിച്ചുകൊണ്ട് ആദ്യ ചലഞ്ച് വളരെ വിജയപൂർവ്വം ഞാൻ ജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അഭിമാനത്തോടു കൂടി കഴിഞ്ഞ ബന്നിൻ്റെ ചലഞ്ചിൻ്റെ റിവെഞ്ചായിട്ട് നിങ്ങളിതിനെ കാണണം. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഗെയിമിലേക്ക് കിടക്കാം. ഒരു ഭാഗമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ബക്കറ്റ് ഒരേപോലെയുള്ള 2 ബക്കറ്റ് കളർ മാറ്റുന്നതാണ് കേട്ടോ. ഇതാ ഫുള്ളായിട്ട് വെള്ളമുണ്ട്. നമ്മളെ പരിപാടി വെച്ചാൽ ഇത് കുളത്തിൽ മുങ്ങിയിട്ട് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ കുളത്തിലെ വെള്ളം അത്ര ശരിയില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ എടുത്തത്. ഇത് കാണുന്നതിലും ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇതാരും അനുകരിക്കരുത്. ഇത് നമ്മൾ ഇത് അത്യാവശ്യം ചെയ്തിട്ടുള്ളൊരു പരിചയം. അത്യാവശ്യം ചെയ്തെന്ന് വെച്ചാൽ ചെറിയൊരു ട്രെയിനിങ്ങിന് ഭാഗമായിട്ടുള്ള പരിചയം കൊണ്ട് ചെയ്യുന്നതെന്നുള്ള കണക്കൂട്ടൽ നിങ്ങൾക്ക് മതി. അതുകൊണ്ട് ആ രീതിയിൽ നമ്മളിത് ചെയ്യും. അതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഭയങ്കര പ്രശ്നമാണ്. കാരണം കഴിഞ്ഞ ചലഞ്ചിൽ ഏതെങ്കിലും രീതിയിൽ എന്നെ കൊണ്ട് ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചലഞ്ച് ഞാൻ തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചലഞ്ച് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ആ രീതിയിൽ നിങ്ങൾ എടുക്കാവൂ. ഈ ചലഞ്ചിനാ ഇത് ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന കളിയാണ്. അങ്ങനെ ഡയലോഗ്. അപ്പൊ റെഡിയല്ലേ? പിന്നെ നീ എണ്ണിക്കോ. എണ്ണിക്കോ. നീ എണ്ണിക്കോ. 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 50 60. സായി കുത്തുന്നില്ല. കുത്തി പിടിക്കുന്നുണ്ടാ. 60 70 80 90 20 21. അയ്യോ സായിട്ട് ഇതെന്താ സംഭവം? രണ്ടാമത്തിലുണ്ടാ. ഇവൻ പോകുന്നത് കേൾക്കുന്നുണ്ട് ഇപ്പുറത്ത്. കൊറേ ആയിട്ട് ശീലമില്ലാത്തോണ്ടാണോ എന്നൊരു സംശയം. തന്നെ വെള്ളമെല്ലാം ഇറങ്ങിപ്പോയി. ഒന്നുമില്ല, ഇവരെ നീന്തം പഠിപ്പിച്ച ഞാനല്ലേ, അതിന്റെ ഒരു തനക്കുണ്ടാവില്ലേ. അതുകൊണ്ട് ഈ ഇന്നത്തെ ചേഞ്ചിന്റെ പ്രത്യേകത വെച്ചാല് ഞാൻ ജയിക്കുന്ന ചലഞ്ച് മാത്രമേ ഇന്നുണ്ടാവും. അതാണ് ഇന്നത്തെ ചലഞ്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ല, എനിക്കിത് ആകായിട്ടൊന്നല്ല. ഇത് പക്ഷേ
എന്താണെന്നറിയില്ല, കൊറേ നാളുകൂടി രാജാക്കുന്നോണ്ടാണോന്നൊരു സംശയം. ഈ കയ്യിൽ കിടന്ന് നീന്തൽ പഠിപ്പിച്ചു ഇവരാ. ഇവൻ എന്നെ മുങ്ങലിൽ തോപ്പിക്കാൻ നടക്കൂല രമണാ. 10 ഞാൻ ഇനിയും തോപ്പിക്കില്ല. അപ്പൊ ഇനി ലേറ്റ് ആക്കുന്നില്ല, അടുത്ത ചാലഞ്ചിലേക്ക്. അൽവി സായി അപ്പം തോറ്റു എന്ന് പറഞ്ഞട്ടെ. ഇങ്ങോട്ട് പറ, ഈടെ പറ. സായി അപ്പം തോറ്റു പറ, അവരോട് പറ, ഈടെ പറ, ക്യാമറ പറ. സായി അപ്പം തോറ്റു പറ, ഈടെ പറ. അപ്പം നമ്മൾ സമയം കളയുന്നില്ല, നേരെ അടുത്ത ഗെയിമിലേക്ക്. സായിജ സാറില്ല, തോൽവി എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ഒരു പാതയാണ്. അപ്പൊ നീ അതൊരു ടെൻഷനാക്കി എടുക്കണ്ട. നമുക്ക് അടുത്ത ഗെയിം തന്നെ വെള്ളം അങ്ങനെ മൂക്കിലേക്ക് കയറിപ്പോയി, അതാ പറ്റി. ഇല്ലെങ്കിൽ തകർത്തേനെ ഇവൻ. ഇനി നമുക്ക് നേരെ അടുത്ത നിന്റെ തോൽവിയിലേക്കും എന്റെ വിജയത്തിലേക്കും പോകാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ അടുത്ത ഗെയിമിലേക്ക് കിടക്കാം. നമ്മളെ ഗെയിം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാരും കണ്ട പോലെ ബലൂൺ പൊട്ടിക്കലും പിന്നെ ഗ്ലാസ് എറിഞ്ഞ് അതുപോലെയുള്ള അങ്ങനത്തെ ഗെയിമിൽ നിന്നും അങ്ങനത്തെ കുട്ടിക്കളിയിൽ നിന്നും നമുക്ക് താല്പര്യമില്ല. നമ്മളെ ഗെയിം എന്ന് പറഞ്ഞാൽ തികച്ചും ഫിസിക്കൽ പരമായ രീതിയിലുള്ള കരുത്ത് തെളിയിക്കുന്ന രീതിയിലുള്ള ഗെയിമുകളോടാണ് നമുക്ക് താല്പര്യം. നാളെ നമ്മൾ ചിലപ്പം ബലൂൺ പൊട്ടിക്കുന്ന ഗെയിമായിട്ട് വരും. അന്നേരം നമ്മൾ മാറ്റി പറയും കേട്ടാ, അത് നിങ്ങൾ കാര്യമാക്കരുത്. വന്യതീറ്റ പോലെ എത്ര എളുപ്പമല്ല ഇതല്ലോ എന്നുള്ളത്. വന്യതീറ്റ എളുപ്പമെങ്കിൽ എന്തുകൊണ്ട് ജയിച്ചില്ല, അതാണ് എന്റെ ചോദ്യം. വന്യതീറ്റ എളുപ്പമാവൂല. നിന്നെ പോലെ തീറ്റിപ്പണ്ടാരങ്ങൾക്ക് മാത്രമാണ് എളുപ്പം, ബാക്കിയുള്ളവർക്ക് അത് എളുപ്പമല്ല. ഇതെന്ന സംഭവം എന്ന് പറഞ്ഞാല് ഒരു കൈ കുത്തിയിട്ട് നമ്മൾക്ക് എത്ര സമയം ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്, അതായത് ഒറ്റ കൈ കുത്തിയിട്ട് നമ്മൾ പുഷപ്പ് എടുക്കൂലേ, അത് നമ്മൾ ഒരു കൈ കുത്തിയിട്ട് 2 കൈ കുത്തി നിൽക്കുന്നതിനാൽ ഒരു കൈ കുത്തും, ഒരു കൈ നമ്മളെ പുറകിൽ ഇങ്ങനെ വെക്കും കേട്ടോ. ഇതാ ഇതേപോലെ ഏറ്റവും കൂടുതൽ സമയം ഒരു കയ്യിൽ. ഏത് കൈ കൂടി പറഞ്ഞാൽ പിന്നെ ഒരേ കൈ തന്നെ, ഒരേ കൈ, രണ്ടാളും വലത്തെ കൈ. വലത്തെ കൈ 2 പേരും. അപ്പം നമുക്ക് നേരെ ചലഞ്ച് തുടങ്ങാം. റെഡി 1 ഓക്കെ അല്ലേ? ഞാൻ എപ്പോഴേ 2 സിമ്പിൾ 3 സ്റ്റാർട്ട്. 2 കുത്തി പൊങ്ക്. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. അത് സാറല്ല, ചെറിയ ലൈറ്റിന്റെ പ്രശ്നം ഉണ്ടാവും. കാരണം ഇപ്പം സമയം വൈകുന്നേരമാണ്. ആരെങ്കിലും അപ്പുറം ഇപ്പുറവും പോകുന്നുണ്ടാവും. നാട്ടുകാരെല്ലാം കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പ്രാന്തന്മാർ രണ്ടെണ്ണം വിചാരിക്കുന്നുണ്ടാവും. അതൊന്നല്ല, ഇത് എക്സസൈസ് അല്ലേ. നിങ്ങളിൽ ചിലർക്കും ചിലപ്പോൾ അങ്ങനെയെല്ലാം തോന്നും, സ്വാഭാവികമാണ്, തെറ്റ് പറയുന്നില്ല. എന്നാലും നമുക്ക് നോക്കാം ആര് ജയിക്കും ആര് തോൽക്കും. ഇതെന്താ കൈ കൈ അങ്ങനെ വളഞ്ഞു വളഞ്ഞില്ല, ഒറ്റ പൊസിഷനിൽ അങ്ങനെ തന്നെ നിന്നോളൂ. പിന്നെ വേറെ ആ പരിപാടി ഒന്നുമില്ല. ഓ ഈ ആവശ്യമില്ലാത്ത നേരത്തെ കൊതുകെല്ലാം വന്ന് കടിക്കുന്നത്. സാധാരണ ഞാൻ ഇതൊരു 2-3 മിനിറ്റുകൾ നിൽക്കുന്നതാണ്, പക്ഷെ ഇതെന്നാമോ കൈ വല്ലാണ്ട് വേദന എടുക്കുന്ന പോലെ. അയ്യോ അതിവനറിയാം. 3 ഇനി അരമണിക്കൂർ ഇവൻ നിൽക്കുമെങ്കിലും നിന്നിട്ട് കാര്യമില്ല. കാരണം എന്നോട് ഇവന് ജയിക്കാൻ കഴിയില്ല എന്നുള്ള നല്ല ബോധ്യവനുണ്ട്. ആ ഒറ്റ കാരണത്താൽ ഇവൻ അധികം സമയം നിന്നിട്ട് കാര്യമില്ല എന്നറിയാം. മോനെ ഇതെല്ലാം ആണുങ്ങൾക്ക് പറഞ്ഞ ഗെയിമാണ്. ഇടത്തെ കൈ മതിയാനോ, അതിന് കുറച്ചും കൂടി നല്ലത് തോന്നുന്നു. വലത്തെ കൈ ആയോണ്ടാണോ ഇങ്ങനെ ഞരമ്പെടുത്ത് പിടിച്ചിട്ട് തുടങ്ങി. കയ്യും കാലിലും ബെറുക്കുന്നുണ്ട് ഇപ്പൊ എന്റെ കൈന്റെ ഞരമ്പ് എടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വളഞ്ഞും പോയി നിൽക്കുന്ന ഒറ്റ പൊസിഷനില്. അൻവി ആര് ജയിക്കും പറ, വന്നിട്ട് ആരാ ജയിക്കുമെന്ന് പറ. അൻവി പറയടാ. അൻവി സായിയപ്പൻ ജയിക്കണം എന്ന് പറഞ്ഞാൽ സായിയപ്പൻ ജയിച്ചിരിക്കും. അൻവി അൻവി ആര് ജയിക്കണോ? ആര് ജയിക്കോ? പോരാടുകയാണ്. സായിയപ്പൻ ജയിക്കോ അച്ഛൻ ജയിക്കോ? ഇവര് ചെയ്യാൻ സമ്മതിക്കൂല. അൻവി ആര് മറിഞ്ഞിരിക്കുന്നുണ്ട്. അവനെ അങ്ങോട്ട് എടുത്ത് മാറ്റി. എന്റെ പോരാട്ടം ഇവര് കാണട്ടെ. അൻവി ആരെ ജയിക്കോന്ന് പറ. കയ്യൊന്നും തട്ടിയാക്കല്ലേ അമ്മ ആരെ ജയിക്കണ്ടേ പറ. അച്ഛൻ ജയിക്കണോ അപ്പൻ ജയിക്കണോ? ആപ്പൻ ജയിക്കണോ അച്ഛൻ ജയിക്കണോ? അച്ഛൻ ജയിക്കണം പോലും. മോനെ ഇവിടെ നോക്ക്, അവര് കളിക്കുന്ന നോക്ക്. ഇവിടെ ഇരുന്നിട്ട് അവ കൈ മുട്ടണത് വീഴാണ്ട് ഞാൻ വീകൂല സായിച്ചേ. ഞാൻ ഇനിയും നിൽക്കും അരമണിക്കൂർ. തുടങ്ങി. അയ്യോ എടുക്കണേ അമ്മി എന്തൊക്കെ ഒന്ന് ചെയ്യടാ. ഇപ്പൊ 1 മിനിറ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് സാധാരണ ഞാൻ ഒരു 2 മിനിറ്റ് നിക്കല്. അയ്യോ 2 മിനിറ്റ് ആയി പോകുന്നു. അതുകൊണ്ടായിരിക്കും ഇവനെ അങ്ങോട്ട് എടുക്കണേ. സാറല്ല അവര് കാണുന്നുണ്ട് തോന്നുന്നു. കാണുന്നുണ്ട് പിന്നെ അമ്മീനെ അങ്ങോട്ട് പിടിച്ച
അമ്മീ നമ്മുടെ നീ എന്ന് മുട്ടല്ല മടക്കിയിട്ട്. ഓഹോ ഇത് ഫുള്ള് തട്ടിപ്പോയിട്ടാ. മടക്കിയില്ലല്ലോ. ഇത് കൂട്ടില്ലേ? ഇത് കൂട്ടില്ലേ? അയ്യോ അയ്യോ അന്വിയേ പറ. എന്റെ അമ്മോ എന്റെ അൻവി ഒരിക്കലും അച്ഛന്റെ കൈ പിടിച്ച് ഇതാ ഞാൻ പറഞ്ഞ കുട്ടിക്ക് കളിക്കേണ്ട കളി അത് ബന്ന് തീറ്റ അങ്ങനത്തെ അല്ല. ഇവനെ കൊണ്ട് പറ്റുന്ന പണി അതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആണുങ്ങൾ കളിക്കുന്ന കളി എന്ന് പറഞ്ഞു അയ്യോടാ അതാരാ പറയുന്നു ഒരു ബന്ന് തേച്ചെന്നാണ് പറയുന്നത്. ഒരു ബന്നിന് 2 മിനിറ്റ് ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പം പാടാ ബന്നു കൊടുത്തിട്ട്. ഇനി എന്തിനാണ് ചാലഞ്ച്? ഇങ്ങനെ തോക്കാൻ വേണ്ടിട്ട് ഇവൻ ഇനി എന്തിനാ ചാലഞ്ച്? അപ്പം സാറിലടാ ഇനി നമുക്ക് കാവിലും കഴിഞ്ഞു, ബാക്കി ഇവിടുത്തെ പാട്ട് മത്സരം കഴിഞ്ഞു. ഇനി നമുക്ക് ബേർ റൈഡിങ് വെച്ച് കാണാം. അപ്പം നമ്മൾ ഈ ഗെയിം നമ്മൾ ഇവിടെ നിർത്താൻ പോകട്ടെ. കൈ നല്ല വേദന എടുത്തിട്ടുണ്ട്. കുറെ കാലം ചെയ്യാതെ ചെയ്യുന്നൊരു സംഭവമാണ്. നല്ല വേദന അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല. ഡെയിലി ചെയ്യുന്നതായിരുന്നെങ്കിൽ സാധാരണ ജിമ്മിൽ പോകുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ തകർത്താനാ. കുറെ ജിമ്മെല്ലാം നിർത്തി. അതുകൊണ്ടാണ്. അതാണ് കേട്ടാ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഒരു നേരം പോക്കായിട്ട് കണ്ടാൽ മതി. ഈ സംഭവമല്ലോ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് പ്രാന്താന്ന് കാരണം സ്വാഭാവികമായിട്ടും തോന്നലായിരിക്കും. തോന്നി ഇപ്പൊ നാട്ടിലൂടെ ഈയിലൂടെ പോകുന്നവരെല്ലാം കാണുമ്പോൾ തന്നെ അങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം വെച്ചാല് ഇതെല്ലാം ആ ഒരു രീതിയിൽ മാത്രം എടുക്കുന്നവർക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന, അതായത് ആ ഒരു മൈൻഡിൽ കാണുന്നവർക്ക് മാത്രമേ ഇങ്ങനത്തെ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അല്ലാത്തവർക്ക് കാണുമ്പോൾ അങ്ങനെ ഒരു ഭ്രാന്ത് അങ്ങനെ തന്നെയാണ്. അത് ആരും ഞാൻ തെറ്റു പറയില്ല. ഞങ്ങൾ എല്ലാവരോടും അതേ പറയാനുള്ളൂ. തോന്നുന്നതിലും നമുക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു നേരം പോക്ക്, ഒരു തമാശ, ആ രീതിയിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങളും ഇതിനെ കാണാവും. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ അധികം പറഞ്ഞ് പ്രവർത്തിക്കുന്നില്ല. പണിഷ്മെൻറ്റ് ഇതിലും വലിയ തോൽവിക്ക് ഇനി എന്ത് പണിഷ്മെൻറ്റ് ഞാൻ കൊടുക്കേണ്ടത് അല്ലേ? അപ്പം നിങ്ങൾ കമൻറ്റിൽ കൊടുത്തു ഇതിനുള്ള പണിഷ്മെൻറ്റ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ ചേരാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കുടുംബത്തിൽ അംഗമാവുക. അപ്പോൾ എല്ലാവരോടും അടുത്ത ചലഞ്ചിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കും. അപ്പൊ അടുത്ത ചാലഞ്ച് വരെയുള്ള ഇവ എന്തെങ്കിലും വാശിയിലും പിടിച്ചിട്ട് ബാഹുബലിയിലും പറയുന്നുണ്ട്. എല്ലാവരും ബൈ ബൈ പറ. അത് പറ. ഐസ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടാവും. അത് എടുത്ത് പോടാ അന്നി. എല്ലാരും ഓക്കെ എന്നാ എല്ലാരോടും ബൈ ബൈ. അമ്മ ആരാ ജയിച്ചേ?